എനിക്ക് പിറകിലായി കാണുന്ന ഈ വമ്പൻ കെട്ടിടമാണ് യഥാർത്ഥത്തിൽ കാസർകോട്ടെ മെഡിക്കൽ കോളേജ്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ഇപ്പോൾ താൽക്കാലികമായി കാസർകോട്ടെ ജനറൽ ആശുപത്രിക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന ഖ്യാതിയുള്ളത്. എന്നാൽ അവിടുത്തെ ചില കാഴ്ചകൾ അതിഭയാനകമാണ്. ഉക്കിനടുക്കയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവാത്തതിനെ തുടർന്നാണ് കാസർകോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയെ താൽക്കാലികമായി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയത്. എന്നാൽ ഉത്തരവിൽ മാത്രം കാര്യങ്ങൾ നടന്നാൽ പോരല്ലോ. അസൗകര്യങ്ങളുടെ ഇടയിൽപ്പെട്ട് ഉഴലുകയാണ് ഈ ആശുപത്രി. സംസ്ഥാനത്ത് 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഏക സർക്കാർ ആശുപത്രി എന്ന ഖ്യാതി നിലനിൽക്കെ തന്നെ 3 മാസത്തിനുള്ളിൽ മാത്രം 4 പോസ്റ്റ്മോർട്ടങ്ങളാണ് ഇവിടെ മണിക്കൂറുകളോളം മുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ച് മോർച്ചറി പൂട്ടി ജീവനക്കാർ സ്ഥലം വിട്ടു. ശിരിബാഗിലു സ്വദേശിയായ ചെന്നിയപ്പ പൂജാരിയുടെ മൃതദേഹത്തോടാണ് ആശുപത്രി ജീവനക്കാർ ഈ അനാദരവ് കാണിച്ചത്. നാട്ടിലുള്ള ഈ കാസർഗോഡിനുള്ള അവഗണനയാണ് ശരിക്കുള്ളത്. ഈ സർക്കാരിൻ്റെ അവഗണനയാണ്. ഒന്നും ഞങ്ങൾ ഇവിടുത്തെ MLA ആണ് ഇത് നോക്കേണ്ടത്. ആൾക്കാർ കഷ്ടം എന്തുകൊണ്ടെന്ന് ഇത് ആദ്യം ഒന്നല്ല, കുറേ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ പാർട്ടിക്കാർ പിടിച്ചുകൊണ്ട് അവരവരെ കാര്യം മാത്രം നടക്കുന്നുള്ളതിൽ ഇങ്ങനത്തെ പാവങ്ങൾക്ക് വളരെ കഷ്ടമാണ് കാസർഗോഡ്. ഒടുവിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് അർദ്ധരാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോലീസ് ക്ലിയറൻസ് വൈകുന്നതാണ് പോസ്റ്റ്മോർട്ടം വൈകാൻ കാരണമെന്നതാണ് ആശുപത്രി അധികൃതരുടെ സ്ഥിരം മറുപടി. എന്നാൽ ജീവനക്കാരുടെ അഭാവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നത് പൊതുജനങ്ങൾ പോലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് പുറമെ മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മംഗളൂരുവിലേക്ക് ഓടേണ്ട ഗതികേടിലാണ് ഈ സാധാരണക്കാർ. മാതൃഭൂമി ന്യൂസ്, കാസർകോട്.